Hi guys and welcome to alamaaraa. June 2022 സ്റ്റുഡൻസിനുള്ള എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഗ്നോയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ, ഇഗ്നോയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡയറക്ട്ലി കോളേഴ്സ്, ക്രെഡിബിൾ ആയിട്ട് ഇൻഫർമേഷൻസ് അറിയാൻ ചാനൽ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ കൃത്യമായ ടൈമിൽ അറിയാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അവൈലബിൾ ആണ്. ഇതിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ നിങ്ങളുടെ ഫിംഗർ ടിപ്പിൽ അറിയാൻ സാധിക്കും. ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റിലെ താഴേക്ക് വരുന്ന സമയത്ത് അലേർട്ട് സെക്ഷനിൽ സബ്മിഷൻ ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ ഫോം ഫോർ ജൂൺ 2022 ഓഫ് ഇഗ്നോ ഓൺലൈൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യത്തെ കാര്യം പറയാനുള്ളത്, ഈ ഓൺലൈൻ പ്രോഗ്രാമിലേക്കുള്ള എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് വളരെ ഡിലേ ആയിട്ടാണ് നടക്കുന്നത്. കാരണം ജൂൺ 2022 സമയത്തെ എക്സാം ഇപ്പോൾ ആക്ച്വലി അടുത്ത വർഷം ജനുവരിയിലാണ് നടക്കുന്നത്. 2023 ജനുവരി സമയത്താണ് എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് തന്നെ വിളിക്കുന്നത്. അപ്പം എങ്ങനെയാണ് എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നോക്കാം. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടാണ്. ആർക്കൊക്കെയാണ് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുന്നത്? ഇഗ്നോയിൽ ഓൺലൈൻ പ്രോഗ്രാമും ഓഡിയൽ പ്രോഗ്രാമും ഉണ്ട്. ഓൺലൈൻ പ്രോഗ്രാമും ഓഡിയൽ പ്രോഗ്രാമും തമ്മിൽ സിലബസിലും മറ്റ് കാര്യങ്ങളിലും ഒന്നും തന്നെ വ്യത്യാസം ഉണ്ടാകില്ല. ഫീസും മറ്റും എല്ലാം തന്നെ സെയിം ആയിരിക്കും. പിന്നെ ആകെപ്പാടെ ഡിഫറൻസ് വരുന്ന ഒരേ ഒരു കാര്യത്തിനായിരിക്കും, അവരുടെ എക്സാമിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ അവർ എടുക്കുന്ന രീതി, അവരുടെ മോഡ് ഓഫ് സ്റ്റഡിയും ഡിഫറൻ്റ് ആയിരിക്കും, അസൈൻമെൻറ്റ് സബ്മിഷനും ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഓൺലൈനായിട്ട് പ്രോഗ്രാമുകൾ ജോയിൻ ചെയ്തിരിക്കുന്നത്, അതായത് MBA ഓൺലൈൻ, MCA ഓൺലൈൻ, പിന്നെ BCA ഓൺലൈൻ, BSW ഓൺലൈൻ, അങ്ങനെ പല പ്രോഗ്രാമും ഓൺലൈനുകളിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓൺലൈൻ കോഴ്സുകളിൽ ഓഫർ ചെയ്തിരിക്കുന്ന, അങ്ങനത്തെ ഓൺലൈൻ കോഴ്സുകൾ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. അതായത് ഓൺലൈൻ പ്രോഗ്രാമുകൾക്കും ഓഫ്ലൈൻ പ്രോഗ്രാമുകൾക്കും വെവ്വേറെ ആയിട്ടാണ് എക്സാമുകൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് ഓൾ കോഴ്സസ് രജിസ്റ്റേർഡ് ഫോർ ഫസ്റ്റ് ഇയർ ഓർ റീ രജിസ്റ്റേർഡ് ഫോർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഇൻ ജൂലൈ 2021 സെഷൻ. അതായത് 2021 ജൂലൈ സെഷനിൽ റീ രജിസ്ട്രേഷനോ പുതുതായിട്ട് ഫ്രഷ് ആയിട്ട് ജോയിൻ ചെയ്തതോ ഒക്കെ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിൻ്റെ എക്സാം ആണ് ആക്ച്വലി 2022 ജൂണിൽ നടക്കേണ്ടത്. ആ എക്സാം ആണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്ന എക്സാം എഴുതാൻ വേണ്ടി. ഓൾ കോഴ്സസ് രജിസ്റ്റേർഡ് ഇൻ ജൂലൈ 2021 സെഷൻ ഫോർ ഡിപ്ലോമ ഓർ PG ഡിപ്ലോമ. അതായത് ഡിപ്ലോമ പ്രോഗ്രാമും PG ഡിപ്ലോമ പ്രോഗ്രാമും ഒരു വർഷത്തെ പ്രോഗ്രാമാണ്. അങ്ങനെ വരുന്ന പ്രോഗ്രാം 2021 ജൂലൈയിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ 2022 ജൂണിലായിരുന്നു എക്സാം വരേണ്ടത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും കൂടിയാണ് ഇപ്പോൾ എക്സാം നടക്കുന്നത്. അതിനുശേഷം വരുന്നത് ജനുവരി 2022 സെഷനിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ PG സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, 6 മാസത്തെ പ്രോഗ്രാമുകളാണ് ആ പ്രോഗ്രാമുകൾ. അങ്ങനെ വരുന്ന പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ എക്സാം എഴുതാം. അതായത് ഈ നിലവിലുള്ള എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്ത് ഇതുവരെയായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു എക്സാമും എഴുതാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു എക്സാം ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ വായിച്ച് വ്യക്തമായതിനു ശേഷം മാത്രം എക്സാമിനേഷൻ ഫോം ഫില്ലിംഗിലേക്ക് പോവുക. എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ജനുവരി 2 മുതൽ ജനുവരി 15 വരെയാണ് നമുക്ക് നിലവിൽ ആക്റ്റീവ്. ജനുവരി 2 വളരെ വൈകിയാണ് ഈ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ഇഗ്നോയുടെ സൈറ്റിൽ ആപ്ലിക്കേഷൻ കൊടുത്തത്. ഇപ്പം നിലവിൽ ജനുവരി 15 വൈകുന്നേരം 6 മണി വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ സാധിക്കുന്നത്. അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് എക്സാം നടക്കുന്നതെന്നും എക്സാമിൻ്റെ സെൻറ്റർ എവിടെയായിരിക്കുമെന്നും നിങ്ങൾക്ക് പിന്നീട് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് സാധാരണ ഡേറ്റ് ഷീറ്റ് വരുന്നതാണ്. അതോടൊപ്പം തന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് നമുക്കറിയാം, ഓൾറെഡി ഇന്ന സ്ഥലങ്ങളിലൊക്കെ എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുമെന്ന്. പക്ഷേ ഓൺലൈൻ പ്രോഗ്രാമിൽ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ഓൺലൈൻ പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളോട് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ഓൺലൈൻ പ്രോഗ്രാമുകളിൽ അഡ്മിഷൻ എടുക്കുക. കാരണം MCA ഓൺലൈൻ, MBA ഓൺലൈൻ, MSW ഓൺലൈൻ ഒക്കെ പറഞ്ഞ് പ്രോഗ്രാമുകളുണ്ട്. എല്ലാം തന്നെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല എങ്കിലും ഇങ്ങനെ എക്സാം നടക്കുന്നത് വളരെ ഡിലേ ആയിട്ടാണ് നടക്കുന്നത്. കാരണം ഈ ഒരു പുതിയ പ്രോഗ്രാം ഇഗ്നോയിൽ ഇൻഡക്ട് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഗൈഡ് ലൈൻസ് യൂണിവേഴ്സിറ്റി തന്നെ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു ഇഷ്യൂ വരുന്നത്. അതിന് താഴെ എക്സാം പാറ്റേൺ MCQ ഫോർമാറ്റിലായിരിക്കും സർട്ടിഫിക്കറ്റും ഡിപ്ലോമ പ്രോഗ്രാം സ്റ്റുഡൻസിനും എക്സാം നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. തൊട്ട് താഴെ PG പ്രോഗ്രാമുകൾക്കും UG പ്രോഗ്രാമുകൾക്കും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് നടക്കുന്നത്, CBT അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണോ അതോ പെൻ ആൻഡ് പേപ്പർ ആയിട്ട് നടത്തുമോ എന്നതിനെക്കുറിച്ചും വ്യക്തമായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. പിന്നെ താഴെ പറഞ്ഞിട്ടുണ്ട് നോർമലായിട്ട് നമ്മൾ എക്സാം ഫോം ഫില്ല് ചെയ്യുമ്പോൾ കൊടുക്കുന്ന കാര്യങ്ങളാണ്. മിനിമം ടൈം പീരീഡ് കഴിഞ്ഞിരിക്കണം, റിക്വയർഡ് നമ്പർ ഓഫ് അസൈൻമെൻറ്റുകൾ സബ്മിഷൻ ചെയ്തിരിക്കണം. അത് അവർക്ക് LMS പോർട്ടൽ വഴിയാണ് അസൈൻമെൻറ്റുകൾ സബ്മിഷൻ ചെയ്യുന്നത്. പിന്നെ മിനിമം ഡ്യൂറേഷൻ, അതായത് ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം കൃത്യമായിട്ട് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമായിരിക്കും എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. പെർ പേപ്പറിന് 200 രൂപ മുടക്കിയാണ് നമ്മൾ എക്സാമിന് ഫോം ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ 200 രൂപ എക്സാം ഫോം ഫില്ലിങ്ങിന് വരുന്നുണ്ട് ഓരോ പേപ്പറിനും. ഇന്ത്യക്ക് പുറത്തുള്ള വിദ്യാർത്ഥികൾക്ക് പെർ കോഴ്സിന് $20 ആയിരിക്കും ഫീസ് വരുന്നത്. ഇന്ത്യക്ക് പുറത്തുനിന്നും ഒത്തിരി വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികൾക്ക് $20 ആയിരിക്കും പെർ സബ്ജക്റ്റിന് വരുന്നത്. അപ്പം അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് വായിച്ച് നോക്കുക. വളരെ കുറച്ച് നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാത്രമായിരിക്കും ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ
ഒത്തിരിയധികം വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൺസേൺഡ് ആയിട്ടുള്ള റീജിയണൽ സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്യുക. കാരണം ഓൺലൈൻ ആയിട്ടുള്ള ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള ഇൻഫർമേഷൻസ് വളരെ പരിമിതം മാത്രമായിട്ടാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം വായിച്ച് വ്യക്തമായിട്ടുണ്ടെങ്കിൽ പ്രൊസീഡ് ടു എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻറോൾമെൻറ്റ് നമ്പറും ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ കോഡും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പ്രോഗ്രാമുകളാണ് നിലവിൽ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ BCA ഓൺലൈൻ, BCOM ഉണ്ട്, BLIS ഉണ്ട്, BSW ഉണ്ട്, BTS, പിന്നെ സർട്ടിഫിക്കറ്റ് ഇൻ അറബിക് ലാംഗ്വേജ്, അങ്ങനെ പല പ്രോഗ്രാമുകളും നമുക്ക് MCAയും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് MBA പ്രോഗ്രാം വരെ നിലവിലുണ്ട്. MBA ഓൺലൈൻ പ്രോഗ്രാമുകളൊക്കെ തന്നെ ഉണ്ട്. അപ്പം ഇതിൽ ഏറ്റവും കോമഡി ആയിട്ട് തോന്നുന്നത് താഴെ ചോയ്സ് ഓഫ് മോഡ് ഓഫ് എക്സാം എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റുഡൻസിനോട് തന്നെ ചോദിച്ചാൽ എങ്ങനെയാണ് എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നത്, പെൻ ആൻഡ് പേപ്പർ വേണോ CPT വേണോ. കഴിഞ്ഞ തവണ ആണ് നമുക്ക് ആദ്യമായിട്ട് എക്സാം നടന്നത് ഈ ഒരു മോഡിൽ എങ്ങനെയാണ് എക്സാം എഴുതാൻ വിദ്യാർത്ഥികളോട് ചോദിച്ചിട്ട് തന്നെ. പക്ഷേ അപ്പോൾ പല വിദ്യാർത്ഥികളും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് കൊടുത്തിട്ടും അവർക്ക് പെൻ ആൻഡ് പേപ്പർ ആയിട്ടാണ് കിട്ടിയത്. അപ്പം യൂണിവേഴ്സിറ്റി ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും വിദ്യാർത്ഥികളോട് തന്നെ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് ഇവിടെ കൊടുക്കാം. അതിനുശേഷം യൂണിവേഴ്സിറ്റി ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും അത് എങ്ങനെയാണ് നടത്തുന്നതെന്ന്, ഏത് റീജിയനിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ കൊച്ചിൻ റീജിയനിലാണെങ്കിൽ കൊച്ചിൻ റീജിയനിൽ സെലക്ട് ചെയ്യുക. നിങ്ങൾ മറ്റേതെങ്കിലും റീജിയനിലാണ്, ഇൻ കേസ് നിങ്ങൾ കൊച്ചിയിലുള്ള സ്റ്റുഡൻ്റ് ആണ് പക്ഷേ നിങ്ങൾ ഡൽഹിയിലാണ് ഇപ്പോൾ താമസിക്കുന്നതെങ്കിൽ ഡൽഹിയിൽ എടുക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം, ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നും ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പം ഔട്ട്സൈഡ് ഇന്ത്യയിലും ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എത്ര സെൻറ്റേഴ്സാണ് ഔട്ട്സൈഡ് ഇന്ത്യ എന്നുള്ള വ്യക്തമായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പം ഇതെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും നമ്മുടെ ടെലിഗ്രാം ചാനലുകളും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെയൊക്കെ ഫോളോ ചെയ്യാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ തന്നെ. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മളായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാമിനേഷൻ ഫോം ജൂൺ 2022 സെഷനിൽ ുള്ള എക്സാമിൻ്റെ കാര്യം ഇപ്പോൾ നിലവിൽ ജനുവരി 2023 എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ ഓൺലൈനായിട്ട് പ്രോഗ്രാമുകൾ ജോയിൻ ചെയ്തെങ്കിൽ മുൻപിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഡു ചെക്ക് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബിലോ. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്.